ഹായ്. തിരിച്ചു വന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് യാത്രയിലായിരുന്നു. കേരളത്തിൽ പോയിരിക്കുകയായിരുന്നു. അച്ഛനെ അമ്മയും കണ്ടു, അമ്മച്ചിയെ അരവിന്ദിൻ്റെ അമ്മയെ കണ്ടു. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. സോ അവിടെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും, ഞങ്ങളെപ്പോഴും ഓരോരോ കാര്യങ്ങൾക്കായിട്ട് പുറത്തൊക്കെ ആയിരുന്നു. അമ്പലങ്ങളിൽ പോയി റീചാർജ് ചെയ്തു. ഇൻസ്റ്റഗ്രാമിൽ കാണുമ്പോൾ അറിയാം. റീചാർജിന് വേണ്ടിയിട്ട് പോയ ടെമ്പിൾസിലെ കുറച്ച് ഫോട്ടോസൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് അതിനകത്ത്. അതൊക്കെയായിരുന്നു കേരളത്തിലെ വിശേഷങ്ങൾ. പിന്നെ അവിടെ ഇരുന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെയ്താലും പിന്നെ എന്താ പറയുക, വൈഫൈ ഒന്നും കണക്ഷൻ ശരിയല്ല, ഒട്ടും അപ്ലോഡ് ആവുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭമൊക്കെ ആയിരുന്നു അവിടെ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാതിരുന്നത്. 1-2 പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഞാൻ ഷോർട്സ് പോലെ അപ്ലോഡ് ചെയ്തിരുന്നു. കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇന്നത്തെ കാര്യം എന്താണെന്ന് പറയട്ടെ. നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാകാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നല്ലേ നമ്മൾ പറയാം. ഇപ്പോൾ ഒരു വിവാഹം ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ പിള്ളേർ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു കഥയൊക്കെ പറയുമ്പം പണ്ടത്തെ സ്റ്റോറീസ് എങ്ങനെയായിരിക്കും കൊച്ചുകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അയ്യോ എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചു, ആ രാജകുമാരൻ ഇങ്ങനെ വന്നു, അങ്ങനെ രാജകുമാരിയുടെ അടുത്ത് എത്തി, ഒരു കഷ്ടപ്പെട്ട് രാജകുമാരിയെ ചുംബിച്ചുണർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് ആ രാജകുമാരനും രാജകുമാരിയും സന്തോഷത്തോടെ ജീവിച്ചു ജീവിതകാലം മുഴുവൻ. അങ്ങനെയല്ലേ സാധാരണ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കുട്ടികൾ എന്താ വിചാരിച്ചു വരുന്നേ? വിവാഹം കഴിച്ചു കഴിയുമ്പം ആ സന്തോഷത്തോടു കൂടി ജീവിതം ആരംഭിച്ചു എന്ന്. ആക്ച്വലി എങ്ങനെയാണോ? ജീവിതം അവിടെ മുതലാണ് തുടങ്ങുന്നത്. ദേ ലിവ്ഡ് എവർ ആഫ്റ്റർ, ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ദേ സ്റ്റാർട്ടഡ് ലിവിങ് ദെയർ ലൈഫ്. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അത് ശരിയാണ്. പണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഒരു ശുഭാപ്തി വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജീവിതം തുടങ്ങുന്നത് അല്ലെങ്കിൽ ജീവിതം ആരംഭിക്കുന്നത് ആണ് ഒരു തുടക്കം എന്ന് പറയുന്നത് അല്ലേ? ദ എൻഡ് എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ കാണിക്കുന്നത് ആക്ച്വലി തുടക്കമാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ ഈസ് ഗോയിങ് ടു ആക്ട്. ആ അച്ഛൻ്റെ അമ്മയുടെയും ഇതൊക്കെ കണ്ടില്ലായിരുന്നോ? തുടക്കം എന്നാണ് ആ സിനിമയുടെ പേര്. എന്ത് നല്ല മനോഹരമായിട്ടുള്ളൊരു പേരൊക്കെയാണല്ലേ, തുടക്കം. ഓക്കെ, അപ്പോൾ തുടക്കത്തിനെ പറ്റി പറയുമ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഹാപ്പിനെസ്സിനെ പറ്റിയാണ്. ഹാപ്പിനെസ്സിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കണമെന്ന്. നിങ്ങളുടെ വീട്ടിലെ കിച്ചണിൽ നിന്നാണ് ഹാപ്പിനെസ് തുടങ്ങുന്നതും നിങ്ങളുടെ വീട്ടിലെ കിച്ചണിൽ നിന്ന് തന്നെയാണ് ഹാപ്പിനെസ് ഒടുങ്ങുന്നതും. എന്ന് പറഞ്ഞാൽ കിച്ചൺ പൂട്ടി വെക്കുകയാണെങ്കിൽ, ഒരു വീട്ടിലെ കിച്ചൺ മാറാല പിടിച്ച് കിടക്കുകയാണെങ്കിൽ, സ്റ്റൗ തുടയ്ക്കാതെ ഇട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റൗ കത്തിക്കാതെ ഇട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ വീട്ടിൽ പാചകിക്കുന്നില്ല. പാചകം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ കൊടുക്കുന്ന ഒരു സ്ത്രീ ഇല്ല എന്നല്ലേ അർത്ഥം അതിൻ്റെ. അപ്പോൾ പറയും, എനിക്ക് നല്ല ജോലിയാണ്, ഞാനും ജോലിക്ക് പോകണം. ഇന്നത്തെ കാലം മാറി. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ട് അമ്മൂമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛമ്മമാരൊക്കെ വീട്ടിൽ കാണും. ഇപ്പം അമ്മമാർ, എൻ്റെയൊക്കെ അമ്മ ജോലിക്ക് പോയിരുന്നു. അമ്മമാർ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും വീട്ടിൽ ആളുണ്ടായിരുന്നു അല്ലേ? ഇന്ന് അങ്ങനെയല്ല. അണുകുടുംബം ആയതുകൊണ്ട് ഈ കിച്ചൺ പല സമയത്തും അടഞ്ഞു കിടക്കും. അപ്പോൾ നമുക്കൊന്ന് 1-2 അവസ്ഥകൾ ഞാൻ പറയാവേ. ഇപ്പം അമേരിക്കയിലേക്ക് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളില്ലേ, അവരവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നും അവർക്ക് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? അവരുണ്ടാക്കും. അതിന് വേണ്ടിയിട്ടാണ് മെഷീനറി സംവിധാനങ്ങളുള്ളത്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാനുള്ള മെഷീൻസ് ഉണ്ട്, ഗ്രൈൻഡ് ചെയ്യാനുള്ള മെഷീൻസ് ഉണ്ട്, പിന്നെ ബേക്ക് ചെയ്യാനുള്ള അവനുണ്ട്. ഇതെല്ലാം ഉണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതെല്ലാം നമ്മൾ വീട്ടിൽ വെച്ചിട്ട് സാറ്റർഡേ സൺഡേസ് അവർ കുക്ക് ചെയ്തിട്ട്, എനിക്കറിയുന്ന ഒരു കുട്ടിയുണ്ട് കേട്ടോ, PhD ഒക്കെ ചെയ്യാൻ പോയതാണ്. ആ സമയത്ത് ആ കുട്ടി IIT PhD ചെയ്യാൻ വേണ്ടിയിട്ട്, IIT ഒക്കെ കഴിഞ്ഞിട്ട് ഷീ വെൻ ടു അമേരിക്ക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, ജയലക്ഷ്മി ആൻറ്റിയുടെ മകളാണ് ശ്യാമള എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, അവരൊന്നാമത് വെജിറ്റേറിയൻസ് അല്ലേ, അവർ ബ്രാഹ്മിൻസാണ്, വെജിറ്റേറിയൻസാണ്. അവർ കഴിച്ചിട്ടേ ഇല്ല നോൺ വെജ് ഐറ്റംസ് ഒന്നും. അമേരിക്കയിലൊക്കെ പുറത്തുനിന്ന് കിട്ടുന്നത് എല്ലാം മിക്കതിലും ചിക്കനും ഹാമും അങ്ങനെയുള്ള ഐറ്റംസ് ആണല്ലോ അധികം ആളുകൾ അവിടെ ഉപയോഗിക്കുക. അപ്പോൾ ഇവർക്ക് വേറെ നിവൃത്തിയില്ല, ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചേ ഒക്കത്തുള്ളൂ. അപ്പോൾ അവർ ശനി ഞായർ ആ കുട്ടി അവരുടെ ഡോമെട്രിയിൽ കുക്ക് ചെയ്തിട്ട് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നിങ്ങനെ ലേബൽ ഒട്ടിച്ചിട്ട് പോകും അത്ര. അങ്ങനെ ഒരു ദിവസം എങ്ങാനും പുറത്തുനിന്ന് വല്ല നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുമെന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 1 മിനിറ്റ് നൂഡിൽസും ഒക്കെ. പിന്നെ ഒരു കാര്യം, അവർ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്നും ഓടുകയോ നടക്കുകയോ ചെയ്യും, എപ്പോഴും മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു.
സോ ഇത് രണ്ടും എപ്പോഴും എനിക്ക് ആൻറ്റി പറയാറുണ്ട്. ആ കുട്ടി തന്നെയാണ് സ്റ്റൈപ്പൻ്റൊക്കെ വെച്ചിട്ട് എന്താ പറയുക, കല്യാണത്തിൻ്റെ നല്ലൊരു തുകയൊക്കെ ആ കുട്ടി ആൻറ്റിക്ക് കൊടുക്കേണ്ടായി. അത് അവരുടെ സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉള്ളതേ. ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ. ഇപ്പോൾ ഒരു 15 വർഷമായി ബോസ്റ്റണിലാണ് താമസിക്കുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ഇതിൽ ഹിസ്റ്ററി ബുക്കിൽ ബോസ്റ്റണിലാണ് താമസിക്കുന്നത്. അവിടെ അവർക്ക് ഇപ്പോൾ 2 പെൺകുട്ടികളായി. അവരിപ്പോൾ ഹസ്ബൻഡും വൈഫ് ഇതുപോലെ തന്നെ. ഹസ്ബൻഡും IIT-യിലെ പ്രോഡക്റ്റാണ്. അവർ രണ്ടുപേരും അമേരിക്കയിലാണ്. അവർ വീട് വാങ്ങിച്ചിട്ട് അവരിപ്പം ശനി ഞായറും അവർ കുക്ക് ചെയ്യും. ശനിയാഴ്ചകളിൽ നല്ലൊരു മീൽ വീട്ടിലുണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് വീടൊക്കെ വൃത്തിയാക്കും. സൺഡേ ഫുൾ ഹസ്ബൻഡും വൈഫും കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതും അവർക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ കുക്ക് ചെയ്യും രണ്ടുപേരും കൂടെ. അപ്പോൾ അവരുടെ പെൺകുട്ടികളാണ്. അവരെയും അതിൽ ചേർക്കും. കട്ട് ചെയ്യാനും ചോപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് പഠിപ്പിക്കുന്നു. മെഷീൻസിലൊക്കെ തന്നെ ഇട്ടാലും മതി. അതൊക്കെ എടുത്ത് ഒരു പാക്കറ്റിലൊക്കെ എല്ലാത്തിനും നമ്മുടെ 2 കൈകൾ ചെല്ലണ്ടേ. പിന്നെ ഡിഷ് വാഷറിലിടാനും വാഷിംഗ് മെഷീനിലിടാനും ഒക്കെ ആ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നു. അവർക്ക് പെൺകുട്ടികളായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെൺകുട്ടികൾ എന്ന് പറഞ്ഞത്. ആൺകുട്ടി ആണെങ്കിൽ പോലും ഇതെല്ലാം നിങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിച്ചോളൂ കേട്ടോ. പണ്ടത്തെ കാലമല്ല. കാരണം എനിക്ക് ഇപ്രാവശ്യം ഞാൻ അരവിന്ദിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്യുമായിരുന്നേ, അമ്മ ഇത്രയും പ്രായമുണ്ട് അമ്മയ്ക്ക്. പക്ഷേ ആ ഡിഷസ് എല്ലാം ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അവിടെ ജോലിക്ക് നിൽക്കുന്നവരെ കൊണ്ടുവന്ന് വെച്ച് ഞാനിത് പുറത്ത് പോയിട്ട് വന്നാണ്. ഞങ്ങൾ കുറേ കാര്യങ്ങളോട് ചെയ്യാനുണ്ടായിരുന്നേ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അരവിന്ദിന് ഫുഡ് കൊടുക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളന്ന് വെജിറ്റേറിയനൊക്കെ ആയിരുന്നു. കുറേ ഐറ്റംസ് എല്ലാത്തിനും അമ്മച്ചിയുടെ ഒരു ഇത്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് അമ്മച്ചി ഉണ്ടാക്കിയ പോലെ ഉണ്ടല്ലോ. കാരണം അമ്മച്ചിക്ക് ഇത്ര വയ്യാത്തതാണ്, കൈയൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ആളെ വെച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഉണ്ടല്ലോ, ഈ മകന് വേണ്ടിയിട്ട് അടുക്കള കയറണം. നിങ്ങളിങ്ങനെ ആവരുത് കേട്ടോ. കാരണം നമ്മൾ പോന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മ പറയില്ല, വേദന ഉണ്ടെങ്കിൽ പോലും നമ്മൾ അറിയില്ല, പറയൂല. കുഴപ്പമില്ല എന്ന് പറയും. കാരണം അങ്ങനെ പഠിപ്പിക്കരുത്. സ്നേഹമാണ്, അമ്മയുടെ സ്നേഹമാണൊക്കെ സമ്മതിച്ചു. പക്ഷേ ഈ എൻ്റെ ഹസ്ബൻഡിന് അതിന് ഇപ്പോൾ ഇച്ചിരി എന്താ പറയുക, രുചി കുറഞ്ഞാൽ പോലും അറിയുന്ന ആളൊന്നുമല്ല, കഴിക്കും. എന്നാൽ രുചി കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും കേട്ടോ, ഇത് ഒട്ടും രുചിയില്ല, ഉപ്പില്ല, അങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷേ ഇതിന് അമ്മയുടെ ഒരു ടച്ച് ഉണ്ട് എന്നും അറിഞ്ഞിട്ടൊന്നും അല്ല കഴിക്കുന്നത്. ആ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആരുണ്ടാക്കിയാലും കഴിക്കും, അങ്ങനെയാണ്. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ആയിരിക്കില്ല. എൻ്റെ മോൻ കുറേ നാൾ കഴിഞ്ഞ് വന്നു. അത്രയും പ്രായമുള്ള അമ്മ കിച്ചണിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഞങ്ങൾ വരുമ്പോൾ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടല്ലോ, അമ്മ ഉണ്ടാക്കിയതായിരിക്കുമല്ലോ, ഇതിങ്ങനെ കട്ട് ചെയ്യാൻ അമ്മ അപ്പോൾ എന്നോട് പറഞ്ഞത് ഞാനങ്ങ് അരിഞ്ഞു കൊടുത്തെന്ന് പറയും. അവർ എന്താ പറയുക, ആ ഒരു എന്താ, ആ കിച്ചൺ എന്ന് പറയുന്നതാണ് അവരുടെ ഹാപ്പിനെസ്. മനസ്സിലായോ? അപ്പോൾ ഈ ഹാപ്പിനെസ് കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം. ഇതേ അമ്മ തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇവർ ആസാമിലായിരുന്ന സമയത്ത് നന്നായി ഉണ്ടാക്കും ദോശ. ഞാൻ ആസാമിൽ ചെന്ന് എത്ര ആളുകളെ കണ്ടു, അവരൊക്കെ ഈ അമ്മയുടെ ആൻറ്റിയുടെ ഇഡ്ഡലി ദോശ, മസാല ദോശ ഞങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ടെന്ന് പറയുന്നത്. അന്ന് മിക്സിയൊന്നുമില്ല. മിക്സി ഇല്ലാതിരുന്നപ്പോൾ എങ്ങനെയായിരിക്കും ആ മാവ് അരച്ചിട്ടുണ്ടാവുക? കൈകൊണ്ടല്ലേ ഇങ്ങനെ ആട്ടാം. പപ്പായും ആട്ടി കൊടുത്തിട്ടുണ്ട്, ആട്ടാറുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ടോക്കിംഗ് അബൌട്ട് 70s. എത്രയാണ് അവരൊക്കെ ജോലി ചെയ്തിരിക്കുന്നത് അല്ലേ? ഇന്ന് അതിൻ്റെ അനുഭവം, കൈയുടെ എല്ല് ഇങ്ങനെ തേയ്മാനമായി ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അപ്പോൾ ഓവർ ഡു ചെയ്യാതിരിക്കുക. സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും, എൻ്റെ മക്കളല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ഓവർ ഡു ചെയ്യരുത് നിങ്ങൾ. അതേപോലെ ഒന്നും ചെയ്യാതെ ഇരിക്കുകയും അരുത് അമ്മമാർ. ഈ 50കളിലും 40കളിലൊക്കെ ഉള്ള അമ്മമാരിൽ ഇല്ലേ, കുട്ടികളെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. കിച്ചൺ എപ്പോഴും ഒരു മീൽ, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആ ബേണർ ഓൺ ചെയ്ത് ഒരു ചായയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. എപ്പോഴും ഈ ഓവനിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ വെള്ളം വെച്ചിട്ട് അത് പുറത്തേക്ക് എടുത്തിട്ട് ഈ ഡിപ്പ് ചെയ്ത് കുടിക്കുന്ന ടീയില്ലേ, അതിനൊന്നൊരു ടേസ്റ്റ് പോലുമില്ല. അതൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ ആർക്കും അറിയില്ലാത്തതും സമയമില്ലാത്തതും, അതിനൊക്കെ സമയം ഒതുക്കണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് സമയം ഒതുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നോട്ട് ടു ഡു ലിസ്റ്റും ടു ഡു ലിസ്റ്റും രണ്ടും വേണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്നറിയോ, രാവിലെ ഇപ്പം രാവിലെ വെളുപ്പിനേ പോകുന്ന മകൾക്കാണെങ്കിൽ അമ്മ എടുത്തു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ മകൾ തന്നെ എഴുന്നേറ്റിട്ട് ആ കോഫി ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്കും കൂടെ അവിടെ മൂടി വയ്ക്കുക, അച്ഛനും കൂടെ മൂടി വയ്ക്കുക, അങ്ങനെ പഠിപ്പിക്കുക. ഡ്യൂട്ടിക്ക് പോകണ മകളാണെങ്കിൽ
അതിൽ അമ്മയാണ്. ഇപ്പം ഡോക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ, ഡോക്ടേഴ്സ് നേഴ്സസൊക്കെ ആണല്ലോ പുറത്തൊക്കെ. അപ്പോൾ അവർക്കൊക്കെ അതുപോലുള്ള ഡ്യൂട്ടിയൊക്കെ വരുന്ന സമയത്ത് യു ഷുഡ് ഓപ്പൺ യുവർ കിച്ചൺ ഓൾവേസ്. അത് കത്തിക്കാതിരിക്കുകയോ അതിലൊരു പാചകം ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. അതേപോലെ തന്നെ ഓവർ ഡൂ ചെയ്ത് എന്നും പുളിശ്ശേരിയും സാമ്പാറും അവിയലും വേണം അങ്ങനെയും ഷഠിക്കരുത്. ഒരു 1 പോട്ട് ഡിഷ്, അത് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഒരു വീക്ക് വളരെ മനോഹരമായിരിക്കും. അമ്മയ്ക്ക് ഇന്ന് ഞാൻ തൈര് സാദം ഉണ്ടാക്കി വെക്കട്ടെ എന്ന് മകൾ പറയുകയും മോള് അതിലൊരു ഭാഗം കൊണ്ടുപോവുകയും ചെയ്ത് അമ്മയ്ക്കും അച്ഛനും കൊണ്ടുപോകാനുണ്ടെങ്കിൽ അത് മൂടി വയ്ക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അടുത്ത ദിവസം അമ്മ എന്ത് ചെയ്യണം, മോളെ ഇന്ന് അമ്മ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം, ഇഡ്ഡലി മാവ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് അങ്ങനെ 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 പ്ലാൻ ചെയ്യൂ. ഡൂ ഇറ്റ് മെറ്റിക്കുലസ്ലി. കാരണം നിങ്ങളുടെ കിച്ചൺ നിങ്ങൾക്ക് ആരോഗ്യവും പ്രദാനം ചെയ്യും, മനസ്സിൻ്റെ സന്തോഷവും പ്രദാനം ചെയ്യും. ഒരു അമ്മ എന്ന് പറയുമ്പോൾ യെസ്, ആ അമ്മയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ മകൻ്റെ നാവിൽ അല്ലെങ്കിൽ മകളുടെ നാവിൽ എപ്പോഴും നിൽക്കുന്നതാണ്, അതിന് യാതൊരു തർക്കവും. പക്ഷേ ഓവർ ഡൂവും ചെയ്യരുത്. നേരത്തെ പറഞ്ഞ പോലെ ഓവർ ഡൂ ചെയ്യരുത്. മക്കൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ കൊണ്ടെല്ലാം ചെയ്യിക്കാനൊക്കെ ശ്രമിക്കണം. ചില പെൺകുട്ടികൾ കണ്ടിട്ടില്ലേ, കുടിച്ച പാത്രം പോലും അവിടെ വെച്ചിട്ട് അങ്ങ് പോകും, ആ അമ്മ വന്ന് എടുത്തുകൊണ്ട് പോകണം. അതൊന്നും ഒരിക്കലും വീടുകളിൽ അനുവദിക്കരുത് കേട്ടോ. അത് നിങ്ങളുടെ പെൺമക്കളോ ആൺമക്കളോ ആയാലും ഏത് മക്കളായാലും അവരത് കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കാൻ ശ്രമിക്കണം. എൻ്റെ ഹസ്ബൻഡ് അത് ചെയ്യാറില്ല അവരുടെ വീട്ടിൽ വെച്ചിട്ട്. പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറയണല്ലോ. കാരണം എന്താ, അമ്മ എല്ലാത്തിനും പുറകെ നിൽക്കുമായിരുന്നു. അവർ 3 പേരുടെ കാര്യത്തിലും അമ്മ അങ്ങനെ പുറകെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലത് സാധ്യമല്ല. അങ്ങനെ വെക്കാറൊക്കെ ഉണ്ട്, പക്ഷെ വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും. നമ്മൾ തന്നെ പോയത് കുത്തികൾക്ക് കഴുകി കളയേണ്ടി വരും. എൻ്റെ അമ്മയ്ക്ക് അതിനുള്ള ആരോഗ്യമില്ല എല്ലാം കൂടെ ചെയ്യാനും. അപ്പോൾ എൻ്റെ അമ്മയുടെ ആരോഗ്യം എൻ്റെയും കൂടെ ചുമതലയാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് കുഞ്ഞുനാളിലെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴേ നമ്മൾ അവരെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയുടെ ആണെങ്കിൽ വലിയ ഫാമിലിയാണ്. അമ്മയ്ക്കാണെങ്കിൽ അത്ര ആരോഗ്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ ഹെൽപ്പും അമ്മയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ എക്സ്പെർട്ട് ആയത്. അമ്മ എന്താ ചെയ്യുന്നറിയോ, മോൾട്ടി ഉണ്ടാക്കുന്ന ഈ കറി ഭയങ്കര അടിപൊളിയാണ്. ഏതെങ്കിലും ഒരു കറി, ഫിഷ് കറിയോ ചിക്കൻ കറിയോ എന്തെങ്കിലും പറയും. ഞാനതൊക്കെ കേട്ട് ലൈക്ക് ഒരു 15-16 വയസ്സുള്ള ഞാനുണ്ടല്ലോ, വനിതയൊക്കെ ഇരുന്ന് അരച്ച് കലക്കി കുടിക്കും. എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ എന്നൊക്കെ. അങ്ങനെ ഉണ്ടാക്കി ഞാൻ പേര് വാങ്ങിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളങ്ങനെ ഒന്നും ആവണ്ട, പേരൊന്നും ആരും ഒന്നിനും വാങ്ങിക്കാൻ ശ്രമിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാത്രം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ചെയ്തോളൂ, പക്ഷെ ഡോണ്ട് ഓവർ ഡു. അപ്പോഴും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഇങ്ങനെ അരച്ച്, ഞാനൊക്കെ കല്ലിലൊക്കെ ഇങ്ങനെ അരയ്ക്കും. ആരോഗ്യത്തിന് നല്ലതാണ്, പിന്നെ നമ്മൾ കല്ലിലരച്ച കറിയാണ് നല്ലതെന്നൊക്കെ. അതങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സാധനവും അങ്ങനെ ഇല്ല. നമുക്ക് മിക്സിയിൽ അരച്ചാലും അതിൻ്റെതായ ടേസ്റ്റ് വരും. നമ്മൾ ഇടുന്ന കൂട്ടുകളും നമ്മൾ ആനുപാതികം റേഷ്യോ ആണ് കറക്റ്റായിട്ട് ഇരിക്കേണ്ടതല്ലേ. അങ്ങനെ വന്നാൽ മാത്രമാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനെയാണ് ഈ കൈപ്പുണ്യം എന്ന് പറയുന്നത്. കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ കറക്റ്റായിട്ട് ഇട്ട്, എല്ലാ സാധനങ്ങളും ഒരു ഡിഷിൽ ഇടേണ്ടത് ഇട്ട് കഴിഞ്ഞാൽ, ഒന്നും ബൈപ്പാസ് ചെയ്യാതിരുന്നാൽ. ഇപ്പം ചിലപ്പോൾ പറയും അയ്യോ കറിവേപ്പിലില്ല പോട്ടെ എന്ന് പറഞ്ഞ് കളിയില്ല. അങ്ങനെ വരുമ്പോൾ കറിവേപ്പില താളിച്ചിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല മോര് കറിക്ക്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഇല്ലാണ്ടാവുന്നത്. അല്ലെങ്കിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ടില്ലേ, പച്ചമോര് കാച്ചുന്നതിൽ, അത് കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല ടേസ്റ്റ്, അല്ലേ? അപ്പം നമ്മൾ അതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. ഈച്ച് ആൻഡ് എവ്രിതിങ് കറക്റ്റായിട്ട് ഇടുക, കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുക, അല്ലേ? അപ്പം നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് നമുക്കൊരു ഹാപ്പിനെസ് തരും. ഇതേ അടുക്കള തന്നെ വഴക്കുണ്ടാക്കാനും ആവും കേട്ടോ. കാരണം 2 മരുമക്കൾ വരികയെന്നിരിക്കട്ടെ. ഒരു മരുമകൾ നന്നായിട്ട് കുക്ക് ചെയ്യും, ഒരു പെൺകുട്ടിക്ക് അറിഞ്ഞുകൂടാ. അവിടെ മതി, അവിടെ ആ അമ്മ ബാലൻസ്ഡ് അല്ല, അമ്മ പറയുകയാണെന്ന് വിചാരിച്ചോ, ഇവള് നന്നായി ചെയ്യൂട്ടാ മറ്റേതിനെ ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് പറയുമ്പോൾ, ഈ രണ്ടാമത് വന്ന കുട്ടിയോ അല്ലെങ്കിൽ ചിലപ്പോൾ മൂത്ത ആളായിരിക്കും കുക്ക് ചെയ്യാൻ നല്ലതല്ല, രണ്ടാമത്തെ ആളാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അവർ തമ്മിലൊരു ആവശ്യമില്ലാത്ത ഒരു കോമ്പറ്റീഷൻ ഉണ്ടായെടുക്കും. അപ്പോൾ ഈ 3 പേര് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അടുക്കളയിൽ സംസാരിക്കേണ്ടത് ഫുഡിനെ പറ്റി ആയിരിക്കണം. ഒരാളെ പൊക്കാനോ ഒരാളെ താഴ്ത്താനോ കുത്താനോ ഒന്നും അടുക്കള ബെഞ്ച്, അതായത് അടുക്കളയിലെ മേശ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്.
നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യം തോന്നരുത് കേട്ടോ. ചേച്ചി എന്താണ് ഇങ്ങനെ അങ്ങനെ എപ്പോഴും നെഗറ്റീവ് പറയുന്നല്ലേ, ഇത് ഹാപ്പൻസ്. അവർക്കിട്ട് ഒരു കുത്തുവെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സുഖമുണ്ട് ചിലർക്ക്. അപ്പം നമ്മൾ അറിയാതെയാണോ അത് ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അയ്യോ ശരിയാണല്ലോ, നമ്മൾ അങ്ങനെ ഒരിക്കലും നമ്മളങ്ങനെ പറയണ്ട. നമ്മുടെ വീട്ടിലെ ഹാപ്പിനെസ് ഹനിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യേണ്ടെന്ന് നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കുമല്ലോ. അതായത് മുതിർന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ കല്യാണം കഴിച്ച് പോയ മകളെ പറ്റിയിട്ട് പറയുമ്പോൾ അയ്യോ അവൾ ഇതൊക്കെ നല്ല ടിക്ക് എൻ്റെ മോള് മേടിക്കുക, ആ വർത്താനവും വേണ്ട. എന്താണെന്നറിയോ, അങ്ങനെ നമ്മൾ കിച്ചണിൽ പറഞ്ഞു കഴിയുമ്പോൾ പുതിയതായിട്ട് വന്ന് കയറുന്ന മരുമകൾക്ക് ദേഷ്യം വരാൻ വേറൊന്നും വേണ്ട. പിന്നെ അടുത്തത്, അടുക്കള എപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ വേറെ വേറെ വീടുകളിൽ താമസിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം അവിടെയാണ് ഈ പറഞ്ഞ ഹാപ്പിനെസ് ഹനിക്കപ്പെടുന്നതും ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന് ഒരു ഉദാഹരണമാണ് മദർ ഇൻ ലോയുടെ കിച്ചണിൽ പ്രത്യേക തരത്തിലായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഉപയോഗമല്ല മരുമകൾ വന്ന് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ശണ്ഠ ഉണ്ടാകും. അത് വിട്ടുകൊടുക്കാൻ ഈ രണ്ട് പാർട്ടീസും തയ്യാറാകുകയുമില്ല. ഇളയവരാണവർ, അവർക്ക് നമ്മളുടെ അത്ര എക്സ്പീരിയൻസ് ഇല്ല എന്ന് കരുതി വിട്ടുകൊടുക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ ആ അമ്മമാർക്കും ഇത് ഞാൻ ചെയ്യുന്ന പോലെ തന്നെയായിരിക്കണം ചെയ്യേണ്ടതെന്ന് ഉള്ള ഒരു താൻപോരുമയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇല്ലാതാക്കണമെങ്കിൽ വേറെ വേറെ താമസിക്കാം. അപ്സ്റ്റേഴ്സും താഴെയുമായിട്ട് ഒരു ഉണ്ടെങ്കിൽ പോലും അത് നല്ലതാണെന്നേ ഞാൻ പറയും. പിന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യണേ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഗസ്റ്റായിട്ട് പോയിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ തന്നെയും ഗസ്റ്റായിട്ട് പോകുമ്പോൾ ഗസ്റ്റായിട്ട് തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഗസ്റ്റായിട്ട് നിന്നിട്ട് വരുമ്പോൾ പോയിട്ട് അപ്പുറത്ത് പോയി പറയാൻ പാടില്ല, അയ്യോ അവളൊന്നും ചെയ്യില്ല, അങ്ങനെയും പറയാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അവരുടെ അടുക്കളയിലേക്ക് ട്രെസ് പാസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് നമ്മളങ്ങനെ മാറി നിൽക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഈ അമ്മായിയമ്മമാർക്ക് വേണം. ഇപ്പോൾ പറയുന്നത് ഞാൻ എസ്റ്റർ റിയാസിൽ അമ്മായിയമ്മമാർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെയൊക്കെ വയസ്സില്ലേ, എന്നെ കേൾക്കുന്നവരുടെ വയസ്സൊക്കെ ഉള്ള മദേഴ്സ് ഇൻ ലോ ഉണ്ടെങ്കിൽ യു ഷുഡ് ബി കെയർഫുൾ. നമ്മളുടെ കിച്ചണിൽ നിന്നാണ് ഈ ശണ്ഠകളെല്ലാം ഉണ്ടാകുന്നതെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ ഓപ്പൺ ചെയ്ത് വെക്കേണ്ടത് എൻ്റെ അനിവാര്യത ഞാൻ പറഞ്ഞു. കിച്ചണിൽ എന്തൊക്കെ ഡിസ്കഷൻസ് ആണ് ആകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. കിച്ചണിൽ എപ്പോഴും ഹെൽത്തി കോൺവെർസേഷൻസും ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും ആയിരിക്കും ഉണ്ടാവേണ്ടത്. കാരണം എന്താണെന്നറിയോ, ആ കുക്ക് ചെയ്യുമ്പോൾ നമ്മളിലുള്ള ആ വികാര വിചാരങ്ങൾ ആ ഫുഡിലേക്ക് വരും. ഒരുപാട് വഴക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്ത് നോക്കിയേ, ആ സാധനത്തിന് ഒരു രുചി ഉണ്ടാവില്ല. ഏത് വലിയ പാചകക്കാരിയാണെങ്കിലും. ഞാനിവിടെ അരവിന്ദമായിട്ട് ഒരു ദിവസം ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ പോയിട്ട് എന്തോ ഉണ്ടാക്കിയേ, ചിക്കൻ കറിയോ എഗ് കറിയോ എന്താ ഉണ്ടാക്കി, അതിൽ വയ്ക്കാൻ കൊള്ളൂലായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നി. ബിക്കോസ് എന്തൊക്കെയാണ് അതിൽ വാരിയിട്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ വീടുകളിൽ കുക്ക് ചെയ്യുമ്പോൾ വളരെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ബ്രാഹ്മിൻസിൻ്റെ അടുക്കളയുടെ മൂലയ്ക്കലാണ്, നോർത്ത് ഈസ്റ്റ് സൈഡിലാണ് അവർ പൂജ സെറ്റ് ചെയ്യുക. കാരണം എന്താണെന്നറിയോ, അവർക്ക് വേറെ സാധാരണ രീതിയിൽ നമ്മൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് ആ ഒരു ശുചിത്വം തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടും അവർക്കത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് അവർ പാചകവും ചെയ്യുന്നത്, ഈ കിച്ചണും സെറ്റ് ചെയ്യുന്നത്. ആ കോർണറിൽ അവർ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അന്നപൂർണേശ്വരിയുടെ അങ്ങനെ ഒരു സ്പൂണുമായിട്ടിരിക്കുന്ന ദേവിയില്ല, ഒരു ചെറിയ പ്രതിമ അവരുടെയൊക്കെ വീടുകളിലുണ്ടാവും. അരിയിലാണ് ആ അമ്മ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു വിധത്തിലുള്ള എന്താ പറയുക നഷ്ടങ്ങളും ഉണ്ടാവരുത്, നമുക്ക് എന്നും അന്നം തരണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവരൊക്കെ അരിയൊക്കെ കഴുകിയിടുക. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ടോക്കിൻ്റെ ഇടയിലൂടെ അത് വന്നു എന്ന് മാത്രം. നമ്മൾ ഏത് ദൈവത്തെയാണ് നമ്മൾ സ്മരിക്കുന്നത്, ആ ദൈവത്തിനോട് നമ്മൾ താങ്ക് യു പറഞ്ഞിട്ട് നമുക്ക് ഈ അന്നം തന്നതിന്, നമുക്ക് ഈ ഫുഡ് തന്നതിന്, ഈ ഫുഡ് ഉണ്ടാക്കാനുള്ള അവസ്ഥ തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. എത്ര റിച്ചായിട്ടുള്ള ആൾക്കാരാണെങ്കിലും, ഒരുപാട് റിച്ചാണ്, എൻ്റെ ബാങ്കിൽ കോടികൾ കിടക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എഴുന്നേറ്റ് ചെന്നത് കഴിക്കാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. എനിക്ക് ഒരാളെ വെച്ച് വേണം കൊണ്ടുവന്ന് തരാനെങ്കിൽ അപ്പോഴും നമുക്ക് എന്താ പറയുക, അന്നപൂർണേശ്വരി നമ്മളുടെ പ്ലേറ്റിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ലക്ഷ്മിയും അന്നപൂർണേശ്വരിയും തരുന്ന അനുഗ്രഹമാണെന്ന് പറയാം അല്ലേ. അത് പൈസ കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ, ലക്ഷ്മി നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ അന്നപൂർണേശ്വരിയെ നമ്മുടെ പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെക്കുന്നത് അല്ലേ, ജോലിക്കാരാണെങ്കിലും. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരവസ്ഥ നമുക്ക് തരുന്നതിന് നമ്മൾ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ശരിയാണ്, ഓവർ ഡൂ ചെയ്യാനും പാടില്ല, എന്നാൽ അണ്ടർ ഡൂ ചെയ്യാനും പാടില്ല. ഓവറാക്കാനും പാടില്ല,
അത് പിന്നെ എങ്ങനെയാണ് പിന്നെ പറയുക, നമ്മൾ ബാലൻസ് ചെയ്യണം എന്ന് തന്നെ അർത്ഥം അല്ലേ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അതേപോലെ തന്നെ ഉണ്ടല്ലോ, ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി കളയരുത് കേട്ടോ നിങ്ങൾ. ഫുഡ് ഒരാൾക്ക് വയറിൽ എത്ര കൊള്ളും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതനുസരിച്ചുള്ളത് മാത്രമേ ഉണ്ടാക്കാവുള്ളൂ. ഒത്തിരി 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 ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോൾ നമുക്കതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു മൂല്യം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതേപോലെ മക്കൾക്ക് ഇപ്പോൾ ഒരാൾക്ക് ചമ്മന്തി വേണം, ഒരാൾക്ക് സാമ്പാർ വേണമെങ്കിൽ രണ്ടുപേരെയും രണ്ടും കൂട്ടാൻ പഠിപ്പിക്കണം. അല്ലാതെ നിനക്ക് വേണ്ടി മാത്രം ഇത് അങ്ങനെ പറയുമ്പോൾ അവർ ബാലൻസ്ഡ് വേയിൽ നിന്ന് പുറത്തേക്ക് പോകും. ആദ്യം ചെറിയ കാലങ്ങളിലൊക്കെ പറയാം, ഓക്കെ ഇവന് ചമ്മന്തിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അവന് ചമ്മന്തി ഉണ്ടാക്കി, ഇവൾക്ക് സാമ്പാർ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അവൾക്ക് സാമ്പാർ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. പക്ഷെ പിന്നീട് പറയണം, മക്കളെ അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടതാണ്, നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ തന്നു, നിങ്ങൾ ഇത് രണ്ടും ഉണ്ടാക്കി പഠിക്കൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കണം. കാരണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ, അവർക്ക് അലൈൻ ചെയ്യാൻ പറ്റാതെയായി പോകും, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെയായി പോകും ജീവിതത്തിൽ. ജീവിതം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ അലൈൻമെൻറ്റ് അത്യാവശ്യമല്ലേ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ഇറ്റ് ഇൻ ദ കിച്ചൺ, ഫ്രം ദ കിച്ചൺ. ഓക്കെ, കിച്ചണിൽ നിന്ന് തന്നെയാണ് ഈ ഹാപ്പിനെസ്സിൻ്റെ തുടക്കം. ഓക്കെ, അപ്പോൾ ഇത് ഒരു തുടക്കമാവട്ടെ. നമ്മുടെ മോഹൻലാലിൻ്റെ മോളുടെ സിനിമ തുടക്കം വിജയിക്കട്ടെ അല്ലേ. ചിയേഴ്സ്. നാളെ വരാം കേട്ടോ. സബ്സ്ക്രിപ്ഷനൊന്നും അത് കാരണം അനങ്ങിയില്ല, നമ്മളിത് ഇട്ടാലല്ലേ അനങ്ങുള്ളൂ. അതുകൊണ്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.